രാവിലെ തിരക്കാണ്. നമ്മുടെ ലച്ചു രാവിലെ പോയിട്ടുണ്ട് സ്കൂളിൽ. രാവിലെ 8 മണിക്ക് അവൾക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ. ഞാനപ്പോൾ അവളെ കൊണ്ടുവിട്ടിട്ട് വന്നേ. അവൾക്ക് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ട്. അല്ല, ഒരു ചപ്പാത്തി അല്ല, ഒരു ചപ്പാത്തി വല്ലച്ചാരം കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഇപ്പോൾ ആഷ്മിക്ക് ഇപ്പോൾ ഉടനെ പോകണം. അങ്ങനെ 2 ട്രിപ്പാണ് രാവിലത്തെ സ്കൂളിൽ പോയി കേട്ടോ. ലച്ചുവിനുള്ള ഫുഡും ആഷ്മിയും കൊണ്ട് കൊടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ തിരക്കാണ്. മഴയുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് മാത്രം അവധിയില്ല. കൊല്ലം ജില്ലയ്ക്ക് അല്ല, കൊല്ലം ജില്ലയ്ക്ക് മഴയുടെ ഒരു അവധിയും കിട്ടിയില്ല പ്രാവശ്യം. എന്താ ചെയ്യാനാ? ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി ഒരു സമയം വരെ ഞാൻ വിചാരിച്ചു ഇന്ന് അവധിയായിരിക്കണം. ശരിക്കും വിചാരിച്ച് കൊല്ലം ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിക്കാം. കാരണം ഇന്നലെ തൊട്ട് നല്ല മഴയുണ്ടല്ലോ ഇവിടെ. നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയുടെ കൂടെ ബോർഡറായിട്ട് നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയുടെയും കൂടെ നമുക്ക് ഇവിടെ മഴ പെയ്യും. നമ്മുടെ ഈ സൈഡിൽ മഴ പെയ്യും. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നതിന് അവധി തരുമായിരിക്കുമെന്ന്. എന്തായാലും അവധിയില്ല. ലച്ചു രാവിലെ പോയി. ആഷ്മി ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നില്ല, കുളിച്ചത് പോലും ഇല്ല. 8:15 8:45 സ്കൂളിൽ പോകണം. വെറുതെ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ നമ്മുടെ ആഷ്മിക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്, തേങ്ങ തിരുമാനായിട്ട്. അപ്പം ചമ്മന്തി അരയ്ക്കാനായിട്ട്. അപ്പോൾ പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു പുളിശ്ശേരി ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകും. അപ്പോൾ പറ്റത്തില്ല, ചമ്മന്തി മാത്രം മതി. ചമ്മന്തി മതി ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ. കൂട്ടത്തിൽ തൈരും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച അല്ല, ഇന്നിപ്പോൾ തൈര് മേടിച്ചാൽ നാളെ മറ്റന്നാൾ സ്കൂളിൽ പോകേണ്ട, വേസ്റ്റാവും. അതേസമയം തിങ്കളാഴ്ച മേടിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കൊണ്ടുപോകാം. കുറേശ്ശെ മതിയല്ലോ. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം ചതച്ചിട്ട് വേണം കൊടുത്തു വിടാൻ. അത് ഞാൻ മേടിച്ചുകൊണ്ട് ലച്ചുവിനെ കൊണ്ടുവിട്ടപ്പോൾ മേടിച്ചുകൊണ്ട് വരാത്തതിന് നല്ല പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാനിപ്പം മേടിച്ചുകൊണ്ട് വരാം, നീ ഇച്ചിരി തേങ്ങ തരുമെന്നും പറഞ്ഞു. എന്തായാലും ജോലിയൊന്നും ചെയ്യുന്നില്ല. കുളിച്ചതും ഇല്ല, നനച്ചതും ഇല്ല. രാഷ്മി ഇന്ന് പോകുന്നില്ലയോ? പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ, നല്ല മഴക്കോളും ഉണ്ട്. എന്നൊരു അവധിയൊക്കെ തരാമായിരുന്നു. പോട്ടെ, നമുക്കൊരു ദിവസം പോലും. ഇന്ന് സ്കൂളിൽ പ്രോഗ്രാമൊക്കെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇന്ന് പഠിത്തമൊന്നും നടക്കത്തില്ല. എന്നാലും വീട്ടിൽ കുത്തിയിരിക്കണ്ട, അങ്ങ് പോയേച്ചാൽ മതി. കണ്ടോ, ഇവിടെ ഈ വീട്ടിൽ വന്നാലും കാശ്മീർ ആദ്യമായിട്ടാണ് തേങ്ങ തരുമെന്ന് ഇല്ല. ചമ്മന്തിക്ക് 2 പേർക്ക് അതൊക്കെ മതിയടെ. എന്തൊരു സമാധാനം. ഇന്നങ്ങ് ഒരുപാട് ലേറ്റായി പോയി കേട്ടോ. നമ്മൾ കണ്ട 2 പേർക്കും ചോറിട്ട് കണ്ട്. പിന്നെ ചമ്മന്തിയാണ് ആഷ്മിക്ക്. പിന്നെ ചമ്മന്തിയൊക്കെ നമുക്ക് ചോറിനകത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇന്ന് മെഴുക്കറ്റ് ഒന്നും ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. വെച്ചുവിന് ചമ്മന്തിയൊക്കെ തോനെ വേണം. പിന്നെ കണ്ട മീൻ വറുത്തതും കൂടെ ഓരോന്ന് വെച്ച് കൊടുക്കുക. വെച്ച് പിന്നെ ഏത് മീൻ വറുത്തതും കഴിച്ചു കൊടുക്കും. ആഷ്മിക്കാണ് പാട്. വീഡിയോ എടുക്കാനായിരുന്നു ഇല്ലാത്തതുകൊണ്ടേ. ഇന്നലത്തെ അയിലക്കുരുവ വറുത്തത്. പിന്നെ കണ്ടേ എന്നെ കൊണ്ട് തൈര് ഉണ്ടാക്കിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൂടെ ഞാൻ കൊടുത്ത് ബോട്ടിലാക്കി കൊടുത്ത് വിട്ട് സമയം ഒത്തിരിയായി. സ്കൂളിൽ കൊണ്ട് വിട്ടേച്ച് വരട്ടെ. 2 പേരുടെയും കൂടെ സമയം ഒത്തിരിയായി എന്നും പറഞ്ഞേ ആഷ്മി അവിടെ കിടന്ന് ചാടും കേട്ടോ. വേണ്ട മോര് 2 പേർക്കും ഉള്ളത് ആഷ്മി തന്നെയാണ് കൊണ്ടുവന്നത്. ആശയന് വഴക്ക് പറയാൻ കേട്ടോ. സമയം ഒരുപാട്. അപ്പോൾ ആശയെ ഞാൻ കൊണ്ടുവിട്ടിട്ട് വരട്ടെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ആഷ്മിയുടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് താമ്പച്ചെന്ന് പറഞ്ഞു. ഓക്കെ.